ഇന്നത്തെ വീഡിയോ ഞാൻ തകർത്തിരിക്കും. മദീനത്തേക്ക് പോകുന്നതിന്റെ വഴിക്ക് നമ്മള് ഫുഡ് തിന്നാണ്ട് ഫലാഫിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്കുള്ള മകളെ വാങ്ങിയിട്ടുണ്ട്. നല്ല കൂടെ മുന്തിരി ഒന്നും ഇപ്പം കിട്ടൂല. നമ്മൾ കുറച്ച് ലേസൊക്കെ വാങ്ങി, പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ സീഡ് വാങ്ങി. അങ്ങനെ നമ്മൾ മദീന എത്താനായിട്ടോ 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മദീന. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കെങ്കിലും കിട്ടിയോ? 10, 2, 3 മാത്രമല്ല നമ്മളെ യൂട്യൂബ് ഓടിക്കുക. നിങ്ങളെ ഞാൻ പോകും. അതെ, ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ കൊല്ലം കുറെ ആയി. പൂവ് കിട്ടില്ല. മിക്കവാറും നാട്ടുകാരോടിക്കും. മദീനത്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഉഷാറാണ്. പക്ഷെ എന്നാലും ഒരു കംപ്ലൈന്റ് പറ്റി. ഒരുപന്റെ കാർക്ക് ഒരു ചെറിയൊരു കംപ്ലൈന്റ് പറ്റി. അപ്പൊ അത് നന്നാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പൊന്നുമട ഉണ്ട്, പൊന്നുമട അവിടെ ഉണ്ട്. എന്താക്കാ കാറ്റ് പോണോ? നിങ്ങളെ വിശേഷമൊക്കെ എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. മദീന നമ്മൾ കുറേ നേരം വണ്ടി നിന്ന്, പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത്. ഇല്ലാണ്ട് നമ്മൾ ഒരു മരുഭൂമിയിൽ കൂടിയാണ് പോയത്. പക്ഷെ അവിടെ കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അപ്പുറത്തായിരുന്നു. അതിനെക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവണ്ട, നേരം വൈകി പോകും വിചാരിച്ച് ഇങ്ങോട്ടെത്തി. അപ്പത്തിന് നമ്മൾ പെപ്സിയും സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പം നമുക്ക് എവിടെ പോയാലും നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കണം എന്നുള്ളൊരാഗ്രഹമുള്ളതാണെങ്കിൽ ഈ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നമ്മൾ മസ്ജിദ് നബവിയിൽ പോയാൽ അതിൻ്റെ 334 ഗേറ്റ് വഴി പുറത്തിറങ്ങിയാൽ ഇതുപോലെ 2 ഫ്രെയിംസ് കാണാം. ഈ ഒരു ഫ്രെയിമും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നടന്നാൽ റൈറ്റ് സൈഡിൽ ഇതുപോലെ നീളത്തിലുള്ളൊരു ഫുഡ് കോർട്ട് കാണാം. ഇത് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള വെറൈറ്റി ഫുഡ്സാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ നാട്ടിൽ അതേ ടേസ്റ്റിലുള്ളത് കിട്ടും. കുറച്ചു നേരം പ്രാവിനെ വെറുപ്പിക്കാം. ഈ പറപ്പിക്കുന്നതിനൊക്കെ ഒരു മയമുണ്ട്. പറപ്പിക്കുന്നതിൻ്റെ ഒക്കെ എക്സ്ട്രീം ലെവലാണ് ഇത്. ഇവിടെയുള്ള പ്രാവിനൊക്കെയും പറപ്പിക്കാൻ നേർച്ചാക്കിയിട്ട് ആള് വന്നെന്ന് തോന്നുന്നു. നമ്മള് ഗോതമ്പ് വാങ്ങി പ്രാവിന് തീറ്റെടുക്കാൻ. ആശി ചൂടല്ലേ? ചൂടാ. നമ്മള് അവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു, വെക്കാണ്, ഫ്രീ ആയിട്ട് തരാണ്.
അതുകൊണ്ട് തന്നെ നമ്മളൊരു ചായ വാങ്ങിട്ടോ. കാക്ക് തന്നിരുന്ന വേഫർ ചോക്ലേറ്റിൻ്റെ വേഫറും ചായ. എന്താ കുടിക്കാത്ത? ഉച്ചോല നല്ല വെയിലാണ്, നല്ല വെയിലാണ്. എന്തായാലും ഇവിടെ ഇതാ ഈ ഒരു ഫാനൊക്കെ ഉള്ള ഇങ്ങോട്ട് സമാധാനമുണ്ട്. അവിടെ കണ്ടോ ആ ഒരു സംഭവം ഇങ്ങനെ താന്ന് വരുന്നുണ്ട്. ഇതാണ് ഫുള്ള് താവും. തൂണായി മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ ക്ലോസ് ആവും. പെയിന്റ് വീഡിയോ ഞാൻ ഇതില് ആക്കും. അപ്പൊ ആക്കാൻ കഴിയോ നോക്കട്ടെ. ഞാൻ നമുക്ക് എന്ത് പണി വേറെ? ഗൈസ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി രാത്രിയായി ഇതിൻ്റെ മുകളിലത്തെ ഈ ലൈറ്റ് മൊത്തമായിട്ട് അങ്ങ് കത്തു. അവൻ നമ്മൾ പോകുന്ന നേരം ഈ ഒരു ബിൽഡിങ് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ വരുമ്പോൾ ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. പക്ഷേ എൻട്രൻസ് തന്നെ അത്യാവശ്യം ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടാകും. ഇവിടെ ഫുഡ് കൊണ്ടുവരും. നമ്മൾ എവിടെ വെച്ചാലും ഹോട്ടലിൽ താമസിക്കാന്ന് വിചാരിച്ച നമ്മളെ ഇവിടെ ഫുഡ് കഴിക്കണമെന്ന ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ താമസിച്ച അവല അടിച്ചു പോകണം. അത് നടക്കുന്ന
നമ്മൾക്ക് എനിക്ക് നല്ല വിശപ്പ് എന്നെക്കൊണ്ട് ഞാൻ ചോർന്നിട്ട് കാണാം. നമ്മൾ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ പൊരിയുണ്ട്. നമ്മൾ ചായ പോകുമ്പോൾ വാങ്ങിട്ടാ. അങ്ങനെ നമ്മള് മദീനത്തൊക്കെ പോയി. അപ്പൊ ഞാൻ റൂമിലേക്ക് പോവാണ്. ഇൻഷാല്ലാ നമ്മള് റൂമിലെത്തിയിട്ട് ബാക്കി കാഴ്ചകളാണ്. റൂമിലൊന്നുമില്ല കൈസ്. നമുക്ക് റൂമിലെത്തിയിട്ട് നമ്മളെ എത്തല് വല്ലപ്പോഴും രാവിലെ പൊൽച്ച കഴിക്കൂ. അപ്പം നമ്മൾ പൊൽച്ചക്ക് ശുക്കുമണീനെ കൂട്ടി ഒരു വീഡിയോ ഇടും. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അവരെ ബൈ. അത് മാത്രമല്ല, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.